ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. മൾട്ടിപ്പിൾ റിഗ്രഷനിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഒന്നും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഏതൊക്കെയാണ് ഓരോന്നിനും കോമ്പിനേഷനായിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത്, റിഗ്രഷൻ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ റിഗ്രഷൻ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒന്നും കൂടി പറയാം, എന്നിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ്റെ കാര്യം നമുക്കിവിടെ ഒന്നുകൂടി പറയാം കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം കാണുമ്പോൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിൽ പറയുന്നത് യുലൂസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് യുലൂസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ആ റൂൾസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്നും കൂടി പറയാം. നമ്മുടെ വേരിയബിൾസ് ആയിട്ട് x1, x2, x3 ശ്രദ്ധിക്കുക. x1, x2, x3 ആർ ദി 3 വേരിയബിൾ. നമ്മൾ 3 വേരിയബിൾസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് x1, x2, xn എന്ന് പറയുന്നതാണ് ആർ ദി 3 വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് മീൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് their mean, അവയുടെ മീൻ എന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ് ദെയർ മീൻ എന്ന് പറഞ്ഞ് x⁻1, x⁻2, x⁻3. അപ്പോൾ കറസ്പോണ്ടിങ് ദെയർ മീൻസ് എന്ന് പറയുന്നത് x⁻1 വരുന്നുണ്ട്, x⁻2, x⁻3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ x1, x2, x3 കറസ്പോണ്ടിങ് x1, x2, x3 ആർ ദി വേരിയബിൾസ്. കറസ്പോണ്ടിങ് ദെയർ മീൻസ് എന്ന് പറയുന്നത് x⁻1, x⁻2, x⁻3 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത്. then take ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മൾ ആദ്യം എഴുതാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇക്വേഷൻ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക. then take x1 minus x⁻1 is equal to x1ൽ നിന്ന് x⁻1 മൈനസ് x1 മൈനസ് x⁻1 is equal to x1 കിട്ടി. നമുക്ക് x1 കിട്ടുന്നു. പിന്നെ x2 മൈനസ് x⁻2 മൈനസ് x⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു x2 കിട്ടുന്നു. പിന്നെ x3 മൈനസ് x⁻3 അതിൽ നിന്ന് x3 കിട്ടുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ പറയുന്നു x1, x2, x3 ആർ ദി വേരിയബിൾസ്. പിന്നെ കറസ്പോണ്ടിങ് ദെയർ മീൻ എന്ന് പറയുന്നത് x⁻1, x⁻2, x⁻3 അങ്ങനെയാണ് വരുന്നത്. then take x1 minus x⁻1 is equal to x1, x2 minus x⁻2 is equal to x2, x3 minus x⁻3 is equal to x3. then the regression equation of then the regression equation of നമുക്ക് ഇതിൻ്റെയൊക്കെ പറഞ്ഞാൽ x1, x2, x3 becomes x1, x2, x3 becomes ഇതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. then the regression equation of x1, x2, x3 becomes എങ്ങനെയൊക്കെയാണ് x1ൻ്റെ, x2ൻ്റെ, x3യുടെ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ b12 ടു ദ ബേസ് 3x2 പ്ലസ് b13 ടു ദ ബേസ് 2 ടു ദ ബേസ് 2x3. ശ്രദ്ധിക്കുക കേട്ടോ. റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് x1 ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, x1 എന്ന് പറയുന്നത് b12 ടു ദ ബേസ് 3x2 പ്ലസ് b13 ടു ദ ബേസ് 2x3 എന്നുള്ളതാണ് അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് പറയാനുള്ളത്.
ഇനി നെക്സ്റ്റ് വൺ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x2 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x2 ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുന്നത് b 21 to the base 3 x1 plus b 23 to the base 1 x3. അപ്പം x2 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? b21 to the base 3 x1 plus b23 to the base 1 x3. അങ്ങനെയാണ് x2 പറയാൻ പറ്റുക. നെക്സ്റ്റ് വൺ x3 എങ്ങനെയാണ് കാണുക? x3 ഈസ് ഈക്വൽ ടു, നമുക്ക് x3 എങ്ങനെയാണ് അതിൻ്റെ ആ വാല്യൂ ഓഫ് x3 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ x3 ഈസ് ഈക്വൽ ടു b31 to the base 2 x1 plus b32 to the base 1 x3 അല്ല x3 അല്ല സോറി x3 അല്ലേ കാണുന്നത്, അപ്പോൾ x2 ആണ് വരിക. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ കണക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ റിഗ്രഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് എഴുതിയിട്ട് ഒന്നും കൂടി വിശകലനം ചെയ്തിട്ട് ചെയ്യാം എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂൾസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ x1 x2 x3 ആർ ദി വേരിയബിൾസ്. x1 x2 x3 എന്നുള്ളതിനെ വേരിയബിൾസ് ആയിട്ട് എടുക്കുന്നു. കറസ്പോണ്ടിങ് ദെയർ മീൻ, അവയുടെ മീൻ എന്ന് പറയുന്നത് x⁻1 x⁻2 x⁻3 അങ്ങനെയാണ് അവയുടെ മീൻ വരുന്നത്. ദെൻ x1 മൈനസ് x⁻1 ഈസ് ഈക്വൽ ടു x1, x2 മൈനസ് x⁻2 ഈസ് ഈക്വൽ ടു x2, x3 മൈനസ് x⁻3 ഈസ് ഈക്വൽ ടു x3. Then the regression equation of x1 x2 x3 becomes എങ്ങനെയൊക്കെ വരിക? x1 is equal to x1 എങ്ങനെയാണ് കാണുക? b1 to the base 3 x2 plus b1 to 13 to the base 2 x3 അങ്ങനെയാണ് കാണുക. ഇനി x2 കാണാനുള്ള സമവാക്യം b21 to the base 3 x1 plus b23 to the base 1 x3. പിന്നെ x3 കാണാൻ b31 to the base 2 x1 plus b32 to the base 1 x2 എന്നുള്ളതാണ് വരുന്നത്. ഇനി ഓരോന്ന് വരുമ്പോൾ ആ കോമ്പിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നത് b1 to the base 3 is equal to എന്താ വരിക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു? r12, പിന്നെ എന്താ വേണ്ടത്? മൈനസ് r13 r23 അല്ലേ, ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 23. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. b12 to the base 3 കാണുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 r12 r13 r23 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 23. ഇത് കാണുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ കാണേണ്ടതാണ് ഏത്? b13 to the base 2. എന്താ നമ്മൾ കാണേണ്ടത്? നോക്കൂ, x1 കാണാനുള്ള ഇക്വേഷൻ, x1 കാണാൻ b12 to the base 3 പ്ലസ് b13 to the base 2 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ b13 to the base 2 ഇവിടെ കാണണം അല്ലേ. b13 to the base 2 ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ അതിനുള്ള ഈ സമവാക്യം നമുക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഡിവൈഡഡ് ബൈ r13 മൈനസ് എങ്ങനെ വരിക? r12 r32 divided by 1 minus r square 32. നോക്കൂ എങ്ങനെയാണ് വരിക? r13 r12 r23 അല്ലെങ്കിൽ 32 1 മൈനസ് r സ്ക്വയർ 32 അല്ലെങ്കിൽ 23. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇത് രണ്ടുമാണ് ഒരുമിച്ച് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അത് ഏത് കാണാൻ വേണ്ടിയിട്ടാണ്? x1 കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. x1 ഈസ് ഈക്വൽ ടു കാണാൻ ഈ സമവാക്യ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇനി x2.
x2 കാണുമ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം, ശ്രദ്ധിക്കുക കേട്ടോ. x2ന് വേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതാ നമുക്ക് വേണ്ടത്? b21 to the base 3 അല്ലേ വേണ്ടത്. അപ്പോൾ b21 to the base 3 that is equal to സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് നോക്കൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. പിന്നെ എങ്ങനെയൊക്കെ വരിക? ആർ എങ്ങനെയൊക്കെ വരും പറഞ്ഞോളൂ. r12 മൈനസ് r23 r13 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 13. 1 മൈനസ് r സ്ക്വയർ 13 ആണ് വരിക കേട്ടോ. ഇനി ആൻഡ് ഒപ്പം ഇതിൻ്റെ ഒപ്പം നമ്മൾ x2 കാണേണ്ട സംഭവമാക്കി എന്താണ് അവിടെ നോക്കി നോക്കൂ. b23 to the base 1. b23 to the base 1 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ b23 to the base 1 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ശ്രദ്ധിക്കൂ. b23 to the base എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3. പിന്നെ നെക്സ്റ്റ് പറയുക r23 മൈനസ് r12 r13 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 13. 1 മൈനസ് r സ്ക്വയർ 13 ആണ് വരിക. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഡിവൈഡഡ് ബൈ r23 r12 r13 1 മൈനസ് r സ്ക്വയർ 13. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ നമ്മൾ ഏതുവരെ കണ്ടുള്ളൂ? x2 വരെയാണ് കണ്ടുള്ളൂ. ഇനി x3 കാണണ്ടേ, അതിൻ്റെ ഇക്വേഷൻ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇക്വേഷൻ പറഞ്ഞിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് മുഴുവൻ അങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നും കൂടിയും ഇക്വേഷൻ വിശദമായി പറഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് x3യുടെ കാണാൻ. x3 കാണുമ്പോൾ ആദ്യം b31 to the base 2 അല്ലേ ചെയ്യേണ്ടത്. b31 to the base 2 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1. പിന്നെ r13 മൈനസ് r എങ്ങനെയാണ് വരിക? 13 അല്ലേ വന്നത്. ഇനി എന്താ വേണ്ടത്? r23 മൈനസ് r എന്താ വരിക ഇവിടെ? 12 അല്ലേ. r23 മൈനസ് r12 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 12. ഇനി x3 കാണാൻ വേണ്ടി b32 to the base 1. b32 to the base 1 1 ആണ് വരുന്നത് അല്ലേ. ശ്രദ്ധിക്കുക. അപ്പോൾ 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2. ഇനി എങ്ങനെയൊക്കെ എഴുതേണ്ടത്? r23 മൈനസ് r13 പിന്നെ r12 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 12. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത്ര ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇത് ഇക്വേഷന് അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ x1 x2 x3 നമ്മുടെ ഏത് റിഗ്രഷനാണ്? നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ പ്രകാരം x1 x2 x3 എങ്ങനെയൊക്കെയാണ് കാണുക? x1 കാണാൻ b12 to the base 3 x2 പ്ലസ് b13 to the base 2 x3. മനസ്സിലായില്ലോ. ഇനി x2 അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ x1 എന്ന് പറയുമ്പോൾ ഇവിടെ ബേസായിട്ട് 1 വരില്ല, 3യും 2 ആണ് വരുന്നത്. പിന്നെ ഇവിടെ x2 ആകുമ്പോൾ 2 വരില്ല, 3യും 1 ആണ് വരുന്നത്. പിന്നെ ഇവിടെ 3 വരുമ്പോൾ 3 വരില്ല, 2വും 1 ആണ് വരുന്നത്. അതങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. ഒന്നും കൂടി ഇക്വേഷൻ മനസ്സിലാക്കി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായിട്ട് നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. എഴുതാം. ഫ്രം ദി ഹൈറ്റ്സ് എഴുതിക്കോളൂ എല്ലാവരും എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എഴുതാനും കൂടി വേണ്ടിയിട്ടാണ് എന്നെ പറയുന്നത്. ഫ്രം ദി ഹൈറ്റ്സ് ഫ്രം ദി ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ x1 ഹൈറ്റ് എന്ന് പറയുന്നത് x1, വെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് x2
ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് x1, വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് x2 ആൻഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് x3. ഇങ്ങനെയാണ് നമുക്ക് എടുക്കാനുള്ളത്. x1, x2, x3 ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? ഹൈറ്റ് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്, ഏജ് തന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് and correlation coefficient were obtained. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് അല്ലേ. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് were obtained. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 is equal to 2.8. Next, standard deviation 2 is equal to 1.2. Next, standard deviation 3 is equal to 1.5. പിന്നെ R12 is equal to 0.75. Next, ഇനി R23 is equal to 0.54 തന്നിട്ടുണ്ട്. R13 അല്ലെങ്കിൽ 31 ഈസ് ഈക്വൽ ടു R31 അല്ലെങ്കിൽ 13 ഈസ് ഈക്വൽ ടു 0.43. ഇങ്ങനെയാണ് വാല്യൂസ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ്. regression coefficient. Calculate the regression coefficient B12 to the base 3, B13 to the base 2, and B21 to the base 3. ഇതൊക്കെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടി ഞാൻ പറയാം. ഫ്രം ദി ഹൈറ്റ് x1, വെയിറ്റ് x2, ഏജ് x3 അങ്ങനെ 3 നമ്മൾ എടുത്തു അല്ലേ. ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോറിലേഷൻ വെർ ഒബ്റ്റെയിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ് B12 to the base 3, B13 to the base 2, B21 to the base 3. ഇത്രയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കണക്കിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, ഇനി എങ്ങനെ ചെയ്യുകയെന്ന് പറയാം. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? ഓരോന്നും ഏതൊക്കെയാണ് കാണാനുള്ളത് വെച്ചെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. B12 to the base 3. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് B12 to the base 3. അപ്പോൾ അതിൻ്റെ സമവാക്യം എങ്ങനെയാണ് വരിക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2, പിന്നെ R12 മൈനസ് R13 R23 divided by 1 minus r square 23. ഇതല്ലേ നമ്മുടെ സമവാക്യം? ഇതാണ് നമുക്ക് കാണാനുള്ള സമവാക്യം അല്ലേ. ആദ്യത്തെ സമവാക്യം R12 മൈനസ് R13 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 23. ഇനി ഓരോന്നിൻ്റെയും വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എത്ര തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറയുന്നത് 2.8 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 1.2. പിന്നെ R12 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? R12 എവിടെയാണ്? 0.75 മൈനസ് R13 എന്ന് പറയുന്നത് 0.54 അല്ലേ? അല്ല, 13 അത്രയല്ല തന്നിരിക്കുന്നത്, 0.43 ആണ്. 0.43 ഇൻറ്റു 0.54 ഡിവൈഡഡ് ബൈ 1 മൈനസ് r സ്ക്വയർ 23 ആണ്. 23 0.54 54 ദി ഹോൾ സ്ക്വയർ.
ഇങ്ങനെയാണത് ചെയ്യേണ്ടത് അല്ലേ. 0.54 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 2.8 ഡിവൈഡഡ് ബൈ 1.2 ഇതൊക്കെ ചെയ്യുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.171. ആദ്യം നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ ചെയ്യുക, എന്നിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.171 എന്നുള്ളതാണ് വരിക കേട്ടോ. അപ്പോൾ ആദ്യത്തെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് B13 to the base 2. B13 to the base 2. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3. ഇനി എങ്ങനെയാണ് സമവാക്യം എഴുതുക? R13 മൈനസ് പറയൂ പിന്നെ എന്താ വരേണ്ടത്? R12 R23 ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 23. ഇതല്ലേ ഇക്വേഷൻ? ഇനി ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് വാല്യൂസ് വരിക എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ൻ്റെ വാല്യൂ 2.8 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറയുന്നത് എത്രയാണ്? 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്ന് പറയുന്നത് 1.5 ആണ് തന്നിരിക്കുന്നത്. 1.5 പിന്നെ ബ്രാക്കറ്റിൽ ഓരോന്ന് ഇടുക കേട്ടോ. R13 നോക്കുക. R13 പറഞ്ഞാൽ 0.43 മൈനസ് പിന്നെ അടുത്തത് എന്താ വരുന്നത്? R13 അല്ല ഇവിടെ വരും. ഇവിടെ 12 അല്ലേ വരുന്നത്. നമ്മൾ ഇക്വേഷൻ എഴുതുന്ന തെറ്റിപ്പോയതാണ്. R12 ആണ് വരില്ല. നോക്കൂ 13 നമ്മൾ ആദ്യം ഇവിടുത്തെ 13 എഴുതി, പിന്നെ 12 23 12 ആണ് വരിക കേട്ടോ. അപ്പോൾ R12 എന്ന് പറയുന്നത് എത്രയാണ്? 12. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 ഇൻറ്റു R23 അല്ലേ. 23യുടെ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 23 എന്ന് പറയുന്നത് 0.54 ഡിവൈഡഡ് ബൈ 1 മൈനസ് 23യുടെ സ്ക്വയർ ആണ് വേണ്ടത്. 23 എന്ന് പറയുന്നത് 0.54 ദി ഹോൾ സ്ക്വയർ. 0.54 ദി ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്യുക, എന്നിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.0659 എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. 0.0659 എന്നുള്ളത് ഇവിടെ ആൻസറായിട്ട് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 2 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞാൽ 21 to the base 3 ആണ്. B21 to the base 3. അപ്പോൾ B21 to the base 3 വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1, പിന്നെ R12 മൈനസ് എങ്ങനെയൊക്കെ വരിക? R12 മൈനസ് R23 മൈനസ് R13 ഇവിടെ മൈനസ് ഇല്ലല്ലോ. R13 ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ എന്ത് വന്നു? 13. നോക്കൂ എന്താണ് ഇക്വേഷൻ വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ഡിവൈഡഡ് ബൈ അടുത്തത് ഡിവൈഡഡ് ബൈ 1 R12 R23 R13 ഡിവൈഡഡ് ബൈ 1 മൈനസ് R സ്ക്വയർ 13. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 1.2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 എന്ന് പറഞ്ഞ് 2.8, പിന്നെ R12 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 0.75 ആണ് തന്നിരിക്കുന്നത്. അത് മൈനസ് R23 എന്ന് പറയുന്നത് 0.54, അത് ഇൻറ്റു R13 എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 0.43 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.43 ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരിക കേട്ടോ. ഇനി ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2.724 ആണ് വരിക കേട്ടോ. 2.724 എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ്
അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി. ഇനി അടുത്തത് റെസിഡ്യുവൽ. റെസിഡ്യുവൽ എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. റെസിഡ്യുവൽ അല്ലെങ്കിൽ എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ വാല്യൂസ് കണ്ടുപിടിച്ചു അല്ലേ? 1 2 to the base 2 3. അതേമാതിരി നമ്മൾ x1 കാണാനും x2 കാണാനും x3 കാണാനും ഒക്കെ ഉള്ള വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ല എററുകളും സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ലെറ്റ് x1 to the base 2 3 is equal to b1 2 to the base 3. ഞാൻ ഇവിടെ എഴുതാം ഇക്വേഷൻ, ശ്രദ്ധിക്കുക. റെസിഡ്യുവൽ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് റെസിഡ്യുവൽ അല്ലെങ്കിൽ എറർ ഓഫ് എസ്റ്റിമേറ്റ്. എറർ ഓഫ് എസ്റ്റിമേറ്റ് ഈ ടോപ്പിക്കാണ് നമുക്കിനി പറയാനുള്ളത്. റെസിഡ്യുവൽ അല്ലെങ്കിൽ എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ലെറ്റ് നമ്മളിവിടെ എഴുതുകയാണ്. നമ്മുടെ സമവാക്യം എന്താണ്? x1 2 to the base 2 3. നോക്കൂ എങ്ങനെയാണ് നമുക്കിതിനെ എഴുതാൻ വേണ്ടി സാധിക്കുക. ഇതിൽ വരുന്നത് ഈസ് ഈക്വൽ ടു b1 2 to the base 3 x1 x2 1 അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ 1 വരുമ്പോൾ ഇവിടെ x2 ആണ് വരുള്ളൂ, പിന്നെ x3 ആണ് വരിക കേട്ടോ. പിന്നെ b1 3 to the base 2 x3 ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ x1 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് x2ഉം x3 ആണ് ഇക്വേഷനിൽ വരുന്നത് അല്ലേ. അപ്പോൾ ദി എസ്റ്റിമേറ്റ് ഓഫ് എക്സ് ആസ് എ ഗിവൺ ബൈ ദി പ്ലെയിൻ ഓഫ് റിഗ്രഷൻ. അപ്പോൾ നമ്മൾ x1ൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. x1ൻ്റെ വാല്യൂ നമ്മൾ x1 ഈസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ ഇല്ലാണ്ടല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? x1 ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയ സമവാക്യം b1 2 to the base 3 x2 പ്ലസ് b1 3 to the base 2 x3. നമുക്ക് ഇങ്ങനെയും അതിനെ എഴുതാൻ. അപ്പോൾ x1ൻ്റെ വാല്യൂ വരുമ്പോൾ അവിടെ x2ഉം x3 ആണ് വരുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂ x1ൻ്റെയും അതുപോലെ x2ൻ്റെയും x3യുടെയും വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദെൻ ദി ക്വാണ്ടിറ്റി കാണുമ്പോൾ അപ്പോൾ സമയത്ത് വല്ല എററുകളും സംഭവിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യുവൽ എന്നുള്ളതിൽ പറയുന്നത്. ദെൻ ദി ക്വാണ്ടിറ്റി കാണുമ്പോൾ എങ്ങനെയാണ് വരിക? പറയാം, എഴുതാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ x1ഉം x2ഉം x3യും കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാണുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ദി ക്വാണ്ടിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി കാണുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? e1 2 to the base 2 3 e1 2 to the base 2 3 is equal to x1 minus x1 1 to the base 2 3 1 to the base 2 3. നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കാണുന്ന സമയത്ത് e1 to the base 2 3 is equal to x1 minus x1 to the base 2 3 എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈസ് കോൾഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ റെസിഡ്യുവൽ എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് പറയുന്നു ഇവിടെ? റെസിഡ്യുവൽ ഓർ എറർ ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി 1 2 3 കാണുമ്പോൾ x1ൽ നിന്ന് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? x1 to the base 2 3 എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ x1ൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. x1 to the base 2 3 എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളിത് റെസിഡ്യുവൽ അല്ലെങ്കിൽ എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ളത് പറയുന്നത്.
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് റെസിഡ്യുവൽ. ഇതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമുക്ക് ഇതിൽ, നമ്മളിപ്പോൾ ഈ റെസിഡ്യുവൽ കണ്ടുപിടിച്ചു, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ the sum of the product of any residual of order is 0 with any other residual of higher order is 0 provided the subscript of the former occurs among the secondary subscript of the latter. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ E2 E3 are residual of order 0. അപ്പോൾ നമ്മൾ E1 കണ്ടു, E2 കണ്ടു, E3 കണ്ടു, അപ്പോൾ അതൊക്കെ നമുക്ക് ഒക്കെ എന്തായിരിക്കുന്നു 0 ആവുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ E2, അപ്പോൾ നമ്മൾ പറഞ്ഞു ദ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് എനി റെസിഡ്യുവൽ ഓഫ് ഓർഡർ 0. ഏതിൻ്റെയെങ്കിലും നമ്മൾ സം എന്ന് പറയുന്നത് 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ E2 അതേമാതിരി E3 ആർ റെസിഡ്യുവൽസ് ഓഫ് ഓർഡർ 0. Second one, the sum of the product of any two residual in which all the secondary subscript of the first occur among the secondary subscript of the second is unaltered. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്ടർ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ, അൺഅൾട്ടേർഡ് ആണ്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. If we omit or any or all of any secondary subsist of the first, അപ്പോൾ നമുക്കത് അൾട്ടർ ചെയ്യാൻ, അൺഅൾട്ടേർഡ് ആണ്, അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് the sum of the product of two residual is 0 if all the subscript of one occur among the secondary subscript. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം 0 ആയാൽ മൂന്നാമത്തേതും എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയുന്നത്. അപ്പോൾ റെസിഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റെസിഡ്യുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കാണുന്ന സമയത്ത് x1-ൽ നിന്ന് ഈ വാല്യൂ കണ്ടുപിടിച്ചത് എത്രയാച്ചെങ്കിൽ മൈനസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ മറ്റേതൊക്കെ എന്താവുന്നു, 0 ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തെടുക്കാനുള്ളത് വാരിയൻസ് ഓഫ് റെസിഡ്യുവൽ എന്നുള്ളൊരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്ക് വാരിയൻസ് ഓഫ് റെസിഡ്യുവൽ. വാരിയൻസ് ഓഫ് റെസിഡ്യുവൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ് ആസ് കൺസിഡർ ദ റിഗ്രഷൻ ഇക്വേഷനിൽ 3 വേരിയബിൾസാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? x1, x2, x3. ആദ്യ 3 വേരിയബിൾസ്, 3 വേരിയബിൾസ് ആയിട്ട് നമ്മുടെ വരുന്നത് x1, x2, x3 ഇങ്ങനെയൊക്കെയാണ് വേരിയബിൾസ് വരുന്നത്. ദാറ്റ് ഈസ് x1 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, അപ്പം നമ്മൾ എഴുതി x1 ഈസ് ഈക്വൽ ടു x1 ടു ദ ബേസ് 2 3, അതാണ് x1 ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ എഴുതാൻ പറ്റുക, b12 to the base 3x1 x2 plus b, ഇനി നമുക്ക് എന്താ ഉള്ളത്, 13 to the base 2 x3, ഇങ്ങനെയാണ് അതിൽ എഴുതാനുള്ളത്. അപ്പോൾ then the variance of the residual, അപ്പോൾ ഇതിൻ്റെ variance എന്ന് പറയുന്നത് then the variance of the residual, variance of the residual, ഇതിൻ്റെ variance നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഈ ഇതാ നോക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ 1 to the base 2 3, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ 1 to the base 2 3, നോക്കൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ 1 to the base 2 3 is equal to, അതിനെ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത്. നോക്കുക, 1 മൈനസ് ആർ സ്ക്വയർ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ എഴുതുക, 1 മൈനസ് ആർ സ്ക്വയർ 1 2 മൈനസ്, പിന്നെന്താ വരേണ്ടത്, ആർ സ്ക്വയർ 1 3, പിന്നെ മൈനസ് ആർ സ്ക്വയർ 2 3, മനസ്സിലായില്ലേ, ഒന്നും ചെയ്തില്ല, 1 2 1 3 2 3 2 3 പ്ലസ് എന്തൊക്കെയാണ് വരിക, 2r12 2r13 2r13 r23, ഒന്നുമില്ല, 2r12 r13 r23
divided by 1 minus r square 2 3. ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ കുറേ വലിയൊരു ഇക്വേഷനാണ്, പേടി തോന്നും, പക്ഷെ സിമ്പിളാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ 1 to the base 2 3 എന്ന് പറഞ്ഞാൽ 1 minus r square 1 2 1 അത് മൈനസ് r square 1 3 r square 2 3 plus 2r 1 2 1 3 2 3 divided by 1 minus r square 2 3. ഇങ്ങനെയാണത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. In a trivariate distribution, trivariate distribution, standard deviation 1 samam 0.2, next R12 0.7, R23 is equal to R31 that is equal to 5. രണ്ടും സെയിം ആണ്, രണ്ടും 5 ആണ് എന്നാണ് അർത്ഥം കേട്ടോ. 0.5 കേട്ടോ. കാൽക്കുലേറ്റ് find standard deviation 1 to the base 2 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 to the base 2 3 കാണാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതാം കേട്ടോ. അയ്യോ, ഇവിടെ എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഒരെണ്ണം കൂടി എഴുതാൻ ഞാൻ വിട്ടു പോയിട്ടുണ്ട്. ഇതിൽ പെടാത്ത ഒരെണ്ണമുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 സ്ക്വയർ ഇൻറ്റു കേട്ടോ, അങ്ങനെയാണ് എഴുതാം. അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 സ്ക്വയർ ഇൻറ്റു കേട്ടോ, അത് കോമൺ ആയിട്ട് എഴുതുക. പിന്നെ നമ്മൾ 1 മൈനസ് ആർ സ്ക്വയർ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതേണ്ടത്, ആർ സ്ക്വയർ 1 2 മൈനസ് ആർ 1 3 ആർ സ്ക്വയർ 1 3 മൈനസ് ആർ സ്ക്വയർ 2 3 അല്ലേ, 2 3 പ്ലസ് 2r 2 r 1 2 r 1 3 r 2 3 ഡിവൈഡഡ് ബൈ, ഇത് കോമൺ കേട്ടോ, ഇത് കോമൺ ആണ്, 1 മൈനസ് മുതൽ അല്ല, അത് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 2 3 കേട്ടോ, 1 മൈനസ് ആർ സ്ക്വയർ 2 3. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 സ്ക്വയർ, ഇത് കോമൺ ആയിട്ട്, ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ 1 2 ആർ സ്ക്വയർ 1 3 ആർ സ്ക്വയർ 2 3 പ്ലസ് 2r 1 2 1 3 2 3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ 2 3. ഇനി എല്ലാ വാല്യൂസും അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 തന്നിട്ടുണ്ട്, 0.2 തന്നിട്ടുണ്ട്. അപ്പോൾ 0.2 ഇല്ല കേട്ടോ, വെറും 2 ഉള്ളൂ, ഇവിടെ പോയിൻ്റ് ഇല്ല, വെറും 2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ്, ഇനി എത്രയ്ക്ക് കാണേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ അതിൽ കൊടുക്കുക. ആർ സ്ക്വയർ 1 2 എത്രയാണ് 0.7 സ്ക്വയർ മൈനസ് 1 3 0.5 സ്ക്വയർ മൈനസ് 2 3 5 തന്നെയല്ലേ, 0.5 സ്ക്വയർ മൈനസ് പ്ലസ് 2 ഇൻറ്റു 1 2 0.7 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 3 എത്രയാണ് 0.5 ദി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി. 2 സ്ക്വയർ 4 ഇൻറ്റു ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36 ഡിവൈഡഡ് ബൈ 0.75 കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.92 ആണ് ആൻസറായിട്ട് വരിക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണല്ലോ, അപ്പം ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 to the base 2 3 ഈസ് ഈക്വൽ ടു റൂട്ട് കാണണം 1.92. അപ്പോൾ 1.92ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3856. ഇങ്ങനെയാണ് അതിൻ്റെ
വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഈ ഇത് പ്രകാരമുള്ള വാരിയൻസ് എങ്ങനെയാണ്, റെസിഡ്യുവലിൻ്റെ വാരിയൻസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതുമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ മൾട്ടിപ്പിൾ റിഗ്രഷൻ, അതേമാതിരി തന്നെ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, ഓക്കെ.